നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. AI എയർപോർട്ട് സർവീസിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നേരത്തെ ഇത് എയർ ഇന്ത്യ ട്രാൻസ്പോർട്ട് സർവീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഈ പോസ്റ്റുകൾ എന്ന കാര്യം കൂടി ഓർക്കുക. കസ്റ്റമർ ഏജന്റ്, ജൂനിയർ കസ്റ്റമർ ഏജന്റ്, റാം സർവീസ് ഏജന്റ്, യൂട്ടിലിറ്റി ഏജന്റ്, ഹാൻഡിമാൻ അങ്ങനെ തുടർന്ന് നിരവധി തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് ഒരു ടെമ്പററി വേക്കൻസി ആണെന്ന കാര്യം കൂടി ആദ്യം മനസ്സിലാക്കുക. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് യഥാസമയം ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണിൽ ഓൾന്നും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം അത് പരമാവധി പ്രയോജനപ്പെടുത്തുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ എയർ ഇന്ത്യ ട്രാൻസ്പോർട്ട് സർവീസ് ആണ് നേരത്തെ അറിയപ്പെട്ടിരുന്ന AI എയർപോർട്ട് സർവീസിലേക്കാണ് ഇപ്പോൾ ഈ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. സദേൺ റീജിയനിലുള്ള വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് കോൺട്രാക്ട് ബേസിലായിരിക്കും ഈ നിയമനം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പെർഫോമൻസ് അനുസരിച്ച് ഇത് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റേണലായിട്ട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയും. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ടെമ്പററി റിക്രൂട്ട്മെന്റ് ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. പോസ്റ്റുകളുടെ പേരുകൾ: കസ്റ്റമർ ഏജന്റ്, ജൂനിയർ കസ്റ്റമർ ഏജന്റ്, റാം സർവീസ് ഏജന്റ്, യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ, ഹാൻഡിമാൻ, അങ്ങനെ 45 വേക്കൻസികളാണ്, 45 ഒഴിവുകളാണുള്ളത്. ഇതിന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ 14,610 മുതൽ 19,350 എന്നാണ്. ഇതിനിടയ്ക്കാണ് ശമ്പളം ലഭിക്കുക. ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടാണ്. നിങ്ങൾ ഓൺലൈനായിട്ട് അല്ല അപേക്ഷിക്കണമെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റിലോ വേണം അപേക്ഷ അപേക്ഷിക്കാനായിട്ട്. 1 മെയ് 2022 മുതൽ 18 മെയ് 2022 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. കസ്റ്റമർ ഏജന്റിന്റെ 8 ഒഴിവുകളാണുള്ളത്. ജൂനിയർ കസ്റ്റമർ ഏജന്റിന്റെ 4 ഒഴിവ്, റാം സർവീസ് ഏജന്റ് 2 ഒഴിവ്, യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവറുടെ 6 ഒഴിവ്, ഹാൻഡിമാന്റെ 25 ഒഴിവുകൾ. അത്രയും വേക്കൻസി അങ്ങനെയാണ്, 45 ഒഴിവുകളാണുള്ളത്. ശമ്പളം പറയുകയാണെങ്കിൽ കസ്റ്റമർ ഏജന്റിന് 19,350 പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കും. ജൂനിയർ കസ്റ്റമർ ഏജന്റിന് 16,530, റാം സർവീസ് ഏജന്റ് 19,350, യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ 16,530, ഹാൻഡിമാൻ 14,610. ഇതാണ് ശമ്പളം പ്രതിമാസമായിട്ട് ലഭിക്കുക. ഏജ് പറയുകയാണെങ്കിൽ കസ്റ്റമർ ഏജന്റിന് 28 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. OBC-കാരായിട്ടുള്ളവർക്ക് 31 വയസ്സ് വരെയും SC/ST-കാരുള്ളവർക്ക് 33 വയസ്സ് വരെയും അപേക്ഷിക്കാൻ കഴിയും. ജൂനിയർ കസ്റ്റമർ ഏജന്റ്, റാം സർവീസ് ഏജന്റ്, യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ, അതേപോലെ ഹാൻഡിമാൻ, ഇതിന് എല്ലാ വേക്കൻസികൾക്കും ജനറൽ ആയിട്ട് 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ 3 വർഷം കൂടി വയസ്സുള്ള ഉയർന്ന പ്രായപരിധി OBC-കാർക്കും 5 വർഷം വയസ്സുള്ള SC/ST-കാരായിട്ടുള്ള കാൻഡിഡേറ്റ്സും ലഭിക്കും എന്ന കാര്യം കൂടി ഓർക്കുക. നമുക്കതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. കസ്റ്റമർ ഏജന്റിന് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ്, ഏതെങ്കിലും വിഷയത്തിൽ 10+2+3 പാറ്റേണിൽ പഠിച്ചിട്ടുള്ള ഗ്രാജുവേറ്റും അതോടൊപ്പം അയോട്ടയിലുള്ള അയോട്ടയുടെ ഡിപ്ലോമയുടെ ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതേപോലെ ജൂനിയർ കസ്റ്റമർ ഏജന്റിനും ഇതേ ക്വാളിഫിക്കേഷനാണ്. 3 വർഷത്തെ ഡിപ്ലോമ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷന്, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ITI വിത്ത് NCT/VT 3 വർഷത്തെ കോഴ്സ്, മോട്ടോർ വെഹിക്കിൾ, ഓട്ടോ മെക്കാനിക്കൽ, എയർ കണ്ടീഷനിങ്, ഡീസൽ മെക്കാനിക്, ബെഞ്ച് ഫിൽറ്റർ, വെൽഡർ അങ്ങനെയുള്ളത് കഴിഞ്ഞവർക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. റാം സർവീസ് ഏജന്റ് എന്നുള്ള പോസ്റ്റിന് വേണ്ടിയാണ് ITI-കാർക്കും ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ എന്നാണ്. 10ാം ക്ലാസ് പാസ്സായി മതിയാവും. അതുപോലെ ഒറിജിനലായിട്ടുള്ള ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ലോക്കൽ ലാംഗ്വേജ് അറിയുന്നവർക്ക് മുൻഗണന ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാൻഡിമാന്റെയും യോഗ്യത ഇതേപോലെ തന്നെയാണ്. അവർക്കും ലോക്കൽ ലാംഗ്വേജ് ഹിന്ദിയൊക്കെ അറിയുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. 10ാം ക്ലാസ് പാസ്സായാൽ മതിയാവും. അങ്ങനെയുള്ളവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അവർക്ക് ഹാൻഡിമാൻ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. സെലക്ഷൻ പ്രൊസീജിയർ പറയുകയാണെങ്കിൽ കസ്റ്റമർ ഏജന്റ്, ജൂനിയർ കസ്റ്റമർ ഏജന്റ്, അത് മെയിലും ഫീമെയിലും ഉണ്ട്. അവർക്ക് പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാകും. അതുപോലെ ഒരുപക്ഷെ ഗ്രൂപ്പ് ഡിസ്കഷൻ കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും പരീക്ഷയില്ല, ഇന്റർവ്യൂ GD മാത്രമായിരിക്കും ഉള്ളത്. റാം സർവീസ് ഏജന്റ്, യൂട്ടിലിറ്റി ഏജന്റ്, അതിനുള്ള ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകും. അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഓടിച്ചുള്ള പരിചയം ഉണ്ടായിരിക്കണം. സ്ക്രീനിങ് ആയിട്ട് ജനറൽ നോളജ്, ഡ്രൈവിംഗ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ചോദിക്കുക. ഹാൻഡിമാൻ ഉള്ളത് സ്ക്രീനിങ്ങിന് ഇംഗ്ലീഷ് പാരഗ്രാഫ് റീഡിങ്, ജനറൽ നോളജ് ഒക്കെ ആയിരിക്കും. പിന്നെ ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ട്, വെയിറ്റ് ലിഫ്റ്റിംഗ്, റണ്ണിങ് ഒക്കെ ആയിരിക്കും. ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. എങ്ങനെ അപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ 1-ാം തീയതി മെയ് 1 മുതൽ മെയ് 18 വരെയാണ് നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇനി ആദ്യം ദിവസമില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങൾ തയ്യാറാക്കുന്ന അപേക്ഷ ഇതോടൊപ്പം അപേക്ഷ ഫോം കൊടുത്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തതിനു ശേഷം രജിസ്റ്റേർഡ് പോസ്റ്റിലോ സ്പീഡ് പോസ്റ്റിലോ അയക്കണം. HR ഡിപ്പാർട്ട്മെന്റ്, AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ്, AI യൂണിറ്റി കോംപ്ലക്സ്, പല്ലവാരം കന്റോൺമെന്റ്, ചെന്നൈ 600043 എന്ന അഡ്രസ്സിലാണ് അയക്കാനായിട്ടുള്ളത്. അയക്കുന്ന കവറിന്റെ പുറത്ത് പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നുള്ള ഏത് പോസ്റ്റാണോ AIASL വിജയവാഡ അതുപോലെ അയക്കുക. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഡിമാൻഡ്
ഡ്രാഫ്റ്റ് ഇപ്പോൾ അയക്കേണ്ടതില്ല. അത് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ അവർ ഡേറ്റ്, വെന്യൂ, ഇതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റിന്റെ വെന്യൂ ഒക്കെ അറിയിക്കും. ഫിസിക്കൽ ഇൻട്രൻസിന്റെ ഒക്കെ വെന്യൂ അറിയിക്കും. അപ്പോൾ ആ സമയത്താണ് നിങ്ങൾ DD എടുത്ത് അയക്കേണ്ടത്. അപേക്ഷാ ഫീസായിട്ട് 500 രൂപയാണ് DD ആയിട്ട് എടുക്കേണ്ടത്. AA എയർപോർട്ട് സർവീസ് ലിമിറ്റഡിന്റെ പേരിൽ എടുക്കുന്ന DD ആയിരിക്കണം. മുംബൈയിൽ പേ ചെയ്യുന്നതായിരിക്കണം. എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന്, SC ST കാൻഡിഡേറ്റ്സിനൊന്നും ഫീസ് കൊടുക്കാറില്ല. ബാക്കി എല്ലാവരും 500 രൂപ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ DDയുടെ പുറത്ത് DD എടുക്കേണ്ടവരെല്ലാം ഫുൾ നെയിമും മൊബൈൽ നമ്പറും അതിന്റെ പുറത്ത് അതിന്റെ എഴുതേണ്ടതായിട്ടുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. പ്രധാനപ്പെടുത്തികൾ ഞാനോട് പറയാം. 1 മെയ് 2022 അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവസാന തീയതി 18 മെയ് 2022 ആണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം ഇതിന്റെ വീഡിയോയുടെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതോടൊപ്പം അപ്ലൈ ചെയ്യാനുള്ള അഡ്രസ്സും കൂടെ കൊടുക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പം ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിൽ നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.